ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും അവരുടെ ആഭ്യന്തര കാര്യം തന്നെയാണ്. അത് മറ്റു കക്ഷികളുടെയോ മറ്റു മുന്നണികളുടെയോ ജനം TV അടക്കമുള്ള മാധ്യമങ്ങളുടെയോ ജോലിയുമല്ല, തലവേദനയുമല്ല. അത് ആരെന്ന് പറയേണ്ടത് അവരുടെ ആഭ്യന്തര കാര്യം. അവർ ജയിച്ചു, അവരുടെ നേതാവ് വരട്ടെ. പക്ഷേ അതിനായി കാട്ടിക്കൂട്ടുന്ന എന്തിന്റെ പേരിലാണെങ്കിലും, എന്ത് അജണ്ടയുടെ പേരിലാണെങ്കിലും, എന്ത് ഫോർമുലയുടെ പേരിലാണെങ്കിലും ഈ 8 ദിവസമായിട്ട് അത് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു ഭാഗത്തും, പട നയിച്ചവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പട നയിച്ചവരോ വാർ റൂം കാത്തവരോ സ്റ്റോർ റൂം കാത്തവരോ ആരോ മുഖ്യമന്ത്രി ആവട്ടെ, പക്ഷെ ഈ കാട്ടിക്കൂട്ടുന്നത് ആരാണ് കേമൻ എന്നുള്ളത് അപ്പുറത്തേക്ക് ഭീഷണി, ഈ അസഭ്യവർഷം, സൈബർ ലോകത്ത് നടത്തുന്ന വളരെ തരംതാണ കമന്റുകൾ, ഇതുകൊണ്ട് എത്തിക്കുന്നത് എവിടെയാണ്? ഇത് എങ്ങോട്ടേക്കാണ് ഈ പോക്ക്? 6 മാസം കഴിഞ്ഞ് കാണാം എന്ന് പറയും. സ്റ്റോർ റൂം കാത്തവനാന്നുള്ളത് അതാരും ഉദ്ദേശിച്ചാന്നുള്ളത് ചീഫ് ഒന്ന് പറയണം. നോക്കൂ, പട നയിച്ച ആരെന്ന് വ്യക്തം. വാർ റൂം എവിടെയായിരുന്നു നമുക്കറിയാം. പിന്നെ ഇവിടെയെങ്കിലും ഇല്ലാതിരുന്ന ഒരു സ്റ്റോർ റൂമാണ്. സ്റ്റോറിൽ എന്താണെന്ന് വല്ല പിടിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ടേക്കാണ്? കാര്യം 6 മാസം കൊണ്ട് ഇതൊക്കെ ഒരു തീരുമാനമാകും, 6 മാസം കൊണ്ട് കാണാമെന്നൊക്കെ പ്രവചിച്ചവരുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു 6 ദിവസം പോലും എടുത്തില്ല എന്നുള്ളതാണ്. അതായത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഗതികെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ ഈ തർക്കങ്ങൾ ഒരു തരത്തിലും പരിഹരിക്കപ്പെടാൻ പറ്റാത്തതിന്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ തന്നെയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്ന ഒരു അഭിപ്രായമുണ്ട്. പ്രിയങ്കയെ സ്വാധീനിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. സ്വാഭാവികമായും നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് വളരെ കൃത്യമായി പ്രിയങ്കയ്ക്ക് മേൽ ഒരു സമ്മർദ്ദം ഉയർന്നു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് മത്സരിക്കണം. മത്സരിക്കണമെങ്കിൽ പ്രിയങ്കയെ ജയിപ്പിക്കേണ്ടത് അവിടുത്തെ മുസ്ലിം ലീഗാണ്, അതുപോലെ SDPI ആണ്. ആ ഫോഴ്സസ് മുഴുവനുമാണ് പ്രിയങ്കയെയും നേരത്തെ രാഹുലിനെയും ഒക്കെ വയനാട്ടിൽ നിന്നും വിജയിപ്പിച്ച് കയറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ സമ്മർദ്ദം പ്രിയങ്കയ്ക്ക് മേൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയങ്ക ഇപ്പോൾ പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ളതാണ്. പക്ഷെ രാഹുലിന്റെ താല്പര്യം കേസിക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ ഇതിനിടയിൽ വളരെ വലിയൊരു സമ്മർദ്ദ ശക്തിയായി കോൺഗ്രസിനെ കുഴയ്ക്കുന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ്, SDPI ആണ്, ഈ മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗിന്റെയൊക്കെ മുഖം, അതിന്റെ ഒരു സ്വഭാവമൊക്കെ മാറി വരുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ. എന്റെ പോയിന്റ് അത് തന്നെയാണ് ചീഫ്, ഞാൻ പറഞ്ഞു വെച്ചാൽ അത് തന്നെയാണ്. ലീഗ് ദുർബലമാകുന്നു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം. പക്ഷേ ലീഗ് ദുർബലമാകുന്നു, പകരം അവിടെ ഫോഴ്സായി ശക്തി കേന്ദ്രമായി മാറുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അതെ, ഇന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. നാണം കെട്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യ. കല്യാണ വീട്ടിൽ പോയാൽ, മരണ വീട്ടിൽ പോയാൽ, പൊതുചടങ്ങിൽ പോയാൽ എല്ലാവരും ചോദിക്കുന്നത് എവിടെ മുഖ്യമന്ത്രി, ആരാണ് മുഖ്യമന്ത്രി എന്നാണ്. അപ്പോൾ നാണം കെട്ടിട്ട് പുറത്തിറങ്ങാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല, കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവരവരുടെ നേതാക്കൾക്ക് വേണ്ടി ഉയർത്തിയ ഫ്ലെക്സുകളൊക്കെ വലിച്ചു കീറുകയാണ് പ്രതിഷേധത്തിൽ. അത് AICCയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടില്ല, പ്രതിഷേധത്തിൽ വലിച്ചു കീറുകയാണ്. വലിയ നിരാശ ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ ജനങ്ങളിലുണ്ട്, അണികളിലുണ്ട്. ഇത് നാളെയെങ്കിലും തീരുമാനമായില്ലെങ്കിൽ നേതാക്കളെ നാട്ടുകാർ കൈവയ്ക്കും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും.